ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല കിഡിലൻ ടേസ്റ്റോട് കൂടിയ ഒരു എഗ്ഗ് കുറുമയാണ്. എഗ്ഗ് കുറുമ പലരും പല ടൈപ്പുകളിൽ തയ്യാറാക്കാറുണ്ടായിരിക്കും. എങ്കിൽ അടുത്ത തവണ നിങ്ങൾ എഗ്ഗ് കുറുമ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ സൂപ്പർ ടേസ്റ്റോട് കൂടിയ ഈ ഒരു എഗ്ഗ് കുറുമ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി ചൂടായ കുക്കറിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം, എങ്കിൽ മാത്രമേ നമ്മുടെ ഈ എഗ്ഗ് കുറുമക്ക് നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അടുത്തതായി നമുക്കിതിലേക്ക് ഒരു 4 സവാള നൈസായിട്ട് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 4 ഗ്രാമ്പു, 4 ഏലക്ക, ഒരു വലിയ പീസ് പട്ട ചെറുതായിട്ട് പൊട്ടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഗോൾഡൻ ബ്രൗൺ കളറാവാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്താൽ മാത്രം മതി. സവാള നമ്മൾ 2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിലുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ 2 പൊടികൾ മാത്രമേ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. മറ്റു പൊടികളൊന്നും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പൊടികൾ രണ്ടും ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. പൊടികളുടെ പച്ചമണമെല്ലാം നന്നായിട്ട് മാറിയതിന് ശേഷം നന്നായിട്ട് പഴുത്തിട്ടുള്ള വലിയ ഒരു ടൊമാറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ചധികം തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത വെള്ളമാണ്. ഒരിക്കലും പച്ച വെള്ളം ചേർത്ത് കൊടുക്കരുത്. നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുള്ള 1 ഗ്ലാസ് വെള്ളം മാത്രമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. തിളപ്പിച്ച വെള്ളവും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി കുക്കർ അടച്ചു വെക്കാം. 4 വിസിൽ വരണം. 4 വിസിൽ വന്നതിന് ശേഷം മാത്രം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. സവാളയൊക്കെ കുക്കാകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള തേങ്ങാപ്പാല് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി നമുക്ക് ബ്ലെൻഡറിലേക്ക് 1 മുറി തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരൽപ്പം സവാള കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി കയ്യിലുണ്ടെങ്കിൽ 3-4 ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്താലും മതി. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുഴുവനായിട്ടുമുള്ള വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് 1/2 ഗ്ലാസ് മാത്രം ചൂടുവെള്ളമാണ്. ചൂടുവെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ തേങ്ങാപ്പാല് മുഴുവനായിട്ടും ഇതിൽ നിന്ന് കിട്ടാൻ വേണ്ടിയാണ്. ചൂടുവെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ബ്ലെൻഡർ അടച്ചു വെച്ച് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ തേങ്ങാപ്പാൽ ഒരു ഫിൽറ്റർ വെച്ച് ഒന്ന് അരിച്ചെടുക്കാം. 4 വിസിലിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടിരുന്നു. അതിനുശേഷം സ്റ്റീം എല്ലാം പോയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ കുക്കർ വീണ്ടും ഒന്നുകൂടി സ്റ്റവ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ലോ ഫ്ലെയിമിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഈ ഒരു സമയത്ത് നമ്മൾ എടുത്തിട്ടുള്ള ഈ തേങ്ങാപ്പാല് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ബോയിൽ ചെയ്തെടുത്തിട്ടുള്ള എഗ്ഗ് എത്രയാണോ അത് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരുപാട് തിളപ്പിക്കരുത്. ഒന്ന് തിളച്ചാൽ മാത്രം മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള എഗ്ഗ് കുറുമ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത് നീർദോശയിലേക്കും ഇടിയപ്പം, ചപ്പാത്തി, പൊറോട്ട ഇതിലേക്കെല്ലാം നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കണും ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. ഇൻഷാ അല്ലാ വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ ബൈ.